പൊതുവെ ആളുകൾക്ക് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? കാരണം ഇപ്പോൾ ഡ്രോണുകളൊന്നും വരുന്നില്ല, ഷെല്ലിംഗ് ഇല്ല, ശാന്തമാണ്. പക്ഷേ എന്നാൽ കൂടി ആളുകൾക്ക് പൊതുവെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ബാലു? ആളുകൾക്ക് പൊതുവെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഔട്ട് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ട്. കാരണം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഡ്രോണുകൾ ഒന്നും തന്നെ ഒരു മേഖലകളിലും ജമ്മുവിലോ അഗ്നൂറിലോ ഉധംപൂരിലോ ശ്രീനഗറിലോ ഒന്നും ഒരിടത്തും രാവിലെ കണ്ടതായി ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇല്ല. അതുകൊണ്ട് തന്നെ പൊതുവെ സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്നു എന്ന് വേണം കരുതേണ്ടതായുള്ളത്. ഇന്നലെ പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഈ അഗ്നൂറിൽ വെടിവെപ്പുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല മേഖലകളിലും ഡ്രോണുകൾ കണ്ടെത്തുകയുമൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതേ നടപടി ഇന്നും ഉണ്ടാകുമോ, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്നും ഉണ്ടാകുമോ എന്ന, പാക് പ്രകോപനം തുടരുമോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ചെറിയ ആശങ്കയൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം രാവിലെ നേരം വെളുത്തതിന് ശേഷവും ഇപ്പോഴും ആൾക്കാരൊന്നും അധികം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയാത്തത്. ഏതായാലും കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ ആൾക്കാർ കൂടുതലായി പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഞായറാഴ്ച കൂടിയാണ്, പൊതുവെ അവധി ദിവസമാണ്. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ ഇപ്പോൾ ഈ അധികം തിരക്ക് ഈ നിരത്തുകളിലും മറ്റും കാണാൻ വേണ്ടി കഴിയാത്തതെന്നാണ് പൊതുവെ നമ്മുടേതായ ഒരു വിലയിരുത്തലായി പറയാൻ വേണ്ടി കഴിയുക. ബാലു, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത് പാകിസ്ഥാൻ ഉത്തരവാദിത്തം കാണിക്കണമെന്നുള്ളതാണ്. അതായത് ഇനിയെങ്കിലും പാകിസ്ഥാൻ ഉത്തരവാദിത്തം കാണിക്കണമെന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിൽ ഇനി പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി അതിഭീകരമായിരിക്കും. കാരണം നമ്മുടെ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. തീർച്ചയായും ജയലക്ഷ്മി, അതായത് പാകിസ്ഥാന്റെ അവിവേകങ്ങളൊന്നും ഇനി വച്ചു പൊറിപ്പിക്കുന്ന ഒരു ഇന്ത്യ ആയിരിക്കില്ല, ഇന്ത്യൻ സൈന്യമായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. അടിച്ചാൽ അതിൻ്റെ ഒരു 10 മടങ്ങ് ശക്തിയായി തിരിച്ചടിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ കണ്ടത്. പഹൽഗാമിൽ 26 ജീവനുകൾ അവർ കവർന്നെങ്കിൽ, നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ അവർ കൊലപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് വളരെ ശക്തമായ ഒരു ഇടപെടലാണ്, ഈ തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും അതിശക്തമായ തിരിച്ചടി ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നടത്തുമെന്ന് വേണം കരുതേണ്ടത്. ശരി ബാലു, ബാലു തുടരുക. ഞാൻ ബാലുവിലേക്ക് തിരികെ എത്താം. എന്തായാലും അതിർത്തി ഗ്രാമങ്ങൾ ഇപ്പോൾ ശാന്തമാണ്, സ്ഥിതിഗതികൾ ഇപ്പോൾ നിലവിൽ ശാന്തമാണ്. പക്ഷേ നമ്മുടെ സൈന്യം സദാ നിരീക്ഷിച്ച ജാഗ്രതയോടെ തന്നെയാണ് തുടരുന്നത്.